Hello dear students, next important question is spanning tree. Okay, അപ്പോൾ സ്പാനിങ് ട്രീ നമുക്ക് മിക്കപ്പോഴും ഡെഫിനേഷൻ ഓഫ് സ്പാനിങ് ട്രീ ചോദിക്കും. സോ ചില കേസിൽ ഡിഫൈനിങ് സ്പാനിങ് ട്രീസ് വിത്ത് എക്സാമ്പിൾസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പാനിങ് ട്രീ ഡെഫിനേഷൻ എഴുതി ഏതെങ്കിലും ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഏതെങ്കിലും 1-2 സ്പാനിങ് ട്രീ വരയ്ക്കുക. സ്പാനിങ് ട്രീ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഫസ്റ്റ് വേർട്ടിസസ് എല്ലാം അതുപോലെ വരയ്ക്കുക. ദെൻ ആ വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് എഡ്ജസ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് വേർട്ടിസസ് 4 ആണെങ്കിൽ അല്ലെങ്കിൽ n ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n-1 ആയിരിക്കണം. അതായിരിക്കണം സ്പാനിങ് ട്രീയിൽ വരുന്നത്. ഓക്കെ, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് define a spanning tree. Find any 2 spanning trees T1 and T2 from the given graph G, and also find the branch set, chord set, rank and nullity of T1 and T2. Then also find fundamental circuit and fundamental chord sets of T1. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെഫിനേഷൻ ഓഫ് എ സ്പാനിങ് ട്രീ, എനി 2 സ്പാനിങ് ട്രീസ്, അതിൻ്റെ കൂടെ ബ്രാഞ്ച്, കോഡ് സെറ്റ്, റാങ്ക് ആൻഡ് നള്ളിറ്റി എന്നായിരിക്കും. ദെൻ ചില ക്വസ്റ്റ്യൻ തരുമ്പോൾ സ്പാനിങ് ട്രീ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ആൻഡ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരൊറ്റ എക്സാമ്പിളിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ഇതിനകത്ത് തന്നെ എഴുതിയത്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് അവർ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് 5 വേർട്ടിസസ് A, B, C, D and D and consisting of 7 edges E1 to E7. സോ ഫസ്റ്റ് നമ്മൾ 2 സ്പാനിങ് ട്രീ ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സോ വേർട്ടിസസ് അതേപോലെ വരയ്ക്കുക. ദെൻ നമുക്ക് ഇപ്പോൾ 5 വേർട്ടിസസ് ഉണ്ട്. സോ 4 എഡ്ജസ് മതി. ഏത് എഡ്ജസ് വേണമെങ്കിലും വരയ്ക്കാം. 1, 2, 3, 4. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സർക്യൂട്ട്സ് വരാൻ പാടില്ല. നമ്മൾ എഡ്ജസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സർക്യൂട്ട്സ് വരാൻ പാടില്ല. അതായത് നമുക്കിപ്പം ഒരു സ്പാനിങ് ട്രീക്കകത്ത് ഈ E2, E3, E6 എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യരുത്. നമ്മൾ എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വേർട്ടിസസ് ഉണ്ടോ -1 നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കണം, അതൊരു കണ്ടീഷൻ. ദെൻ അവിടെ സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഓക്കെ, 1, 2, 3 എഡ്ജസ് ആയി. നമുക്ക് ഈ ഒരു എഡ്ജ് വരയ്ക്കാൻ പറ്റില്ല, അവിടെ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. ഈ എഡ്ജ് വരയ്ക്കാൻ പറ്റില്ല, അവിടെ ഒരു സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ആവും. ദെൻ നമുക്ക് ഈ ഒരു എഡ്ജ് വരയ്ക്കാം. ഓക്കെ, സോ E2, then label the edges E3, E4, E5, here E2, E3, E4, E7. Then next is branch, chord, rank and nullity. Branch means the edges in the spanning tree. So here the branches are E2, E3, E4 and E5. Spanning tree ulla edges. Then chords means the edges not present in the spanning tree but present in the graph. ഈ സ്പാനിങ് ട്രീയിൽ ഇല്ലാത്തതും ഈ ഗ്രാഫിലുള്ളതുമായിട്ടുള്ള എഡ്ജസ് ഏതൊക്കെ ഗ്രാഫാണ്, ഏതൊക്കെ എഡ്ജസ് ആണ്? E1, E6, E7. This is the chord. Then rank is number of branches in the spanning tree. According to this spanning tree, here the rank is 4. Then nullity is number of chords, that is 3. Rank plus nullity is the number of edges. Then coming to next spanning tree, here the branches are E2, E3, E4 and E7. Then the chords are E1, ഇതിലില്ലാത്തത് E1, then E5 and E6. Here also rank is 4, that is the number of branches in the spanning tree, and the nullity is the number of chords, that is 3. ഓക്കെ, അപ്പോൾ സ്പാനിങ് ട്രീ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഗെയിൻ പറയുവാണ്, വേർട്ടിസസ് അതേപോലെ വരയ്ക്കുക. ദെൻ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എഡ്ജസ് നമ്പർ ഓഫ് വേർട്ടിസസ് -1 വെച്ചിട്ടായിരിക്കണം എഡ്ജസ് വരയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേർട്ടിസസ് ഇപ്പോൾ 5 ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് 4 ആയിരിക്കണം. അതിൽ സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല. ദെൻ branches is the number of edges in the spanning tree, chord is the number of chords in the spanning tree, and rank is the value of branch and nullity is the chord. Okay, then ഈ ഒരു ഇതിലേതെങ്കിലും ഒരു സ്പാനിങ് ട്രീ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പാനിങ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ സ്പാനിങ് ട്രീൻ്റെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്, അതായത് നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ സ്പാനിങ് ട്രീ, അതിൻ്റെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ചോദിക്കുവാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്പാനിങ് ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹിയർ നമുക്ക് T1 എടുക്കാം. ദെൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് വരയ്ക്കാം. ഫണ്ടമെൻ്റൽ സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്നത് ഈ സ്പാനിങ് ട്രീയിലോട്ട് ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്യൂട്ട് കിട്ടും. ദാറ്റ് സർക്യൂട്ട് ഈസ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. ഇഫ് യു ആഡ് എ കോഡ്, ഓൺലി 1 കോഡ് അറ്റ് എ ടൈം,
ടു ദ സ്പാനിങ് ട്രീ. നമ്മൾ ആ സ്പാനിങ് ട്രീയിലോട്ട് അറ്റ് എ ടൈം ഒരു കോഡ് മാത്രം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടാണ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്പാനിങ് ട്രീ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദെൻ അതിനു മുമ്പ് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് എത്ര ആയിരിക്കും? നമ്മൾ പറഞ്ഞു ഒരു കോഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് കിട്ടും. സോ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ഫ്രം എ ഗിവൻ സ്പാനിങ് ട്രീ മീൻസ് നമ്പർ ഓഫ് കോഡ്സ്. എത്ര കോഡ്സ് ഉണ്ടോ അത്രയും ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പാനിങ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആദ്യം നമുക്കിവിടെ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോഡ്സ്, ദാറ്റ് ഈസ് 3. അപ്പോൾ ആ സ്പാനിങ് ട്രീ നമ്മൾ 3 ടൈംസ് കൺസ്ട്രക്ട് ചെയ്യുക. സെയിം സ്പാനിങ് ട്രീ 3 ടൈംസ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് നിന്ന് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഒബ്റ്റെയിൻ ചെയ്യണം. ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആഡിങ് 1 കോഡ് അറ്റ് എ ടൈം. സോ ഫസ്റ്റ് E1 നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ഗ്രാഫ് നോക്കിയാണ് E1 ആഡ് ചെയ്യേണ്ടത്. E1 ആഡ് ചെയ്യുമ്പോൾ എന്താ അവിടെ നമുക്കൊരു സർക്യൂട്ട് കിട്ടി. E1, E2, E3, E4, E5. നെക്സ്റ്റ് കോഡ് ഈസ് E6. E6 ആഡ് ചെയ്തപ്പോൾ നമുക്കവിടെ ഒരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് കോഡ് ഈസ് E7. E7 ആഡ് ചെയ്തപ്പോൾ നമുക്കവിടെ ഒരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് കിട്ടി. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മാട്രിക്സ് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ് ഡ്രോ എ സ്പാനിങ് ട്രീ, ദെൻ അതിൽ ബ്രാഞ്ചസും കോഡ്സും ഒക്കെ എടുത്തെഴുതി ആ സ്പാനിങ് ട്രീ അതുപോലെ വരയ്ക്കുക. നമ്പർ ഓഫ് കോഡ്സ് എത്ര ഉണ്ടോ അത്രയും സ്പാനിങ് ട്രീസ് വരയ്ക്കുക. ദെൻ ആ കോഡ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സിലെ എഡ്ജസ് എന്ന് പറയുമ്പോൾ ആ കറസ്പോണ്ടിങ് സർക്യൂട്ടിൽ വരുന്ന എഡ്ജസ് മാത്രമേ നമ്മൾ എഴുതാവൂ. ദാറ്റ് ഈസ് E1, E3 ആൻഡ് E4. ഇതാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. അവിടുന്ന് വരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് E2, E6 ആൻഡ് E3. ഈ ഫണ്ടമെൻ്റൽ സർക്യൂട്ടിൽ വരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് E4 ആൻഡ് E5, E7. ഓക്കെ, അപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമുക്ക് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് 1, 2, 3 ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ഉള്ളത് കൊണ്ട് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ദെൻ അവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര എഡ്ജസ് ഉണ്ട് ഗ്രാഫിൽ? 7. E1, E2, E3, E4, E5, E6, E7. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എടുക്കുമ്പോൾ അവിടെ വരുന്ന എഡ്ജസ് E1, E3 ആൻഡ് E4. E1, E3 ആൻഡ് E4. സെക്കൻഡ് E2, E3, E6. E2, E3, E6. തേർഡ് വൺ E4, E5, E7. E4, E5, E7. Remaining all zeros. ഇത് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് 2 സ്പാനിങ് ട്രീസ് കൺസ്ട്രക്ട് ചെയ്തു. അതിനകത്ത് ബ്രാഞ്ച്, കോഡ്, റാങ്ക് ആൻഡ് നള്ളിറ്റി. ദെൻ 3 ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തൊരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സും എഴുതി. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് മെട്രിക്സ് ചോദിക്കുവാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഓഫ് T1. ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഓഫ് T1 മീൻസ് നമ്മൾ ഒരു സ്പാനിങ് ട്രീയുടെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ആ കട്ട് സെറ്റ് മീൻസ് എന്താണ്? ദ സെറ്റ് ഓഫ് എഡ്ജസ് യൂസ്ഡ് ടു റിമൂവ് fundamental set of the edges whose removal makes the graph disconnected. Okay, so here നമ്മൾ T1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് കട്ട് സെറ്റ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോഡ്സ്, അതുപോലെ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഈക്വൽസ് നമ്പർ ഓഫ് കോഡ്സ്. നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോഡ്സിന് ഈക്വലൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ബ്രാഞ്ചസിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ T1 എന്ന് പറഞ്ഞ സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ എത്ര ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കാണും? നമ്പർ ഓഫ് ബ്രാഞ്ചസിന് ഈക്വലൻ്റ്. ഇവിടുത്തെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ സ്പാനിങ് ട്രീ 1, 2, 3, 4. അപ്പോൾ ഇവിടെ 4 ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കാണും. 1, 2, 3, 4. ഇനി ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എഴുതുന്നത്, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് മീൻസ് അതിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിരിക്കും. ഒരു ബ്രാഞ്ച് മാത്രമേ എടുക്കാവൂ. അതായത് E2, അടുത്ത ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിൽ E3, അടുത്തതിൽ E4, അടുത്തതിൽ E5. ഓക്കെ, വൺസ് മോർ
ഫണ്ടമെൻ്റൽ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്രാഞ്ചസിന് ഈക്വലൻ്റ് ആയിരിക്കും. ബ്രാഞ്ചസ് മീൻ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ സ്പാനിങ് ട്രീ. അപ്പോൾ ഈ ഒരു T1 നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 4 എഡ്ജസ് ആണ് ഈ സ്പാനിങ് ട്രീയിലുള്ള, അല്ലെങ്കിൽ 4 ബ്രാഞ്ചസ് ഉണ്ട്. സോ 4 ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കിട്ടും. ഇനി ഈ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രാഞ്ച് ആയിരിക്കും. അറ്റ് എ ടൈം ഒരു ബ്രാഞ്ച് മാത്രമേ എഴുതൂ. സോ E2, E3, E4, E5. റിമൈനിങ് എഡ്ജസ് എന്ന് പറയുന്നത് കോഡ്സ് ആയിരിക്കും. അതായത് ഒരു ബ്രാഞ്ചും ആ ബ്രാഞ്ചിൻ്റെ കൂടെ ഏതൊക്കെ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഗിവൺ ഗ്രാഫ്, ഇനി സ്പാനിങ് ട്രീ എല്ലാം നോക്കേണ്ട ഗ്രാഫാണ്, നമ്മുടെ ഈ എഴുതിയേക്കുന്ന ബ്രാഞ്ചിൻ്റെ കൂടെ ഏതൊക്കെ കോഡ്സ് റിമൂവ് ചെയ്യുമ്പോഴാണോ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നത്, അതാണ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഫസ്റ്റ് E2 നോക്കുവാണെങ്കിൽ E2ൻ്റെ കൂടെ ഏതൊക്കെ കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് E1, E6, E7 മാത്രമേ നമ്മളിവിടെ എടുക്കാൻ പറ്റൂ. E6, E7 ആൻഡ് E1. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, E2ൻ്റെ കൂടെ ഏത് കോഡ് റിമൂവ് ചെയ്താൽ നമുക്ക് ഈ ഗ്രാഫിന് ഡിസ്കണക്റ്റ് ആവാം? E2ൻ്റെ കൂടെ E6 റിമൂവ് ചെയ്യുവാണെങ്കിൽ ദാണ്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ വേർട്ടക്സ് സെപ്പറേറ്ററും ഇത്രയും വേർട്ടക്സസ് സെപ്പറേറ്റും ആവത്തില്ലേ? സോ E2ൻ്റെ കൂടെ E6 റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്റ്റ് ചെയ്യാം. സോ E2, E6 ഈസ് എ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. ശ്രദ്ധിക്കുക, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ എത്ര ബ്രാഞ്ചസിൽ എത്ര എഡ്ജസ് ആണ് ഈ ബ്രാഞ്ചിൽ വരുന്നത് നോക്കുക, അല്ലെങ്കിൽ എത്ര ബ്രാഞ്ചസ് അല്ലെങ്കിൽ എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് ഇൻ സ്പാനിങ് ട്രീ, ദാറ്റ് ഇസ് ബ്രാഞ്ചസ്. ഓക്കെ, സോ എത്ര ബ്രാഞ്ച് വരുന്നത് നോക്കുക. അറ്റ് എ ടൈം 1 ബ്രാഞ്ച് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 എഡ്ജസ് ആണ് ഇവിടെ ഉള്ളത്. സോ 4 ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്, അതിൽ ഓരോ കട്ട് സെറ്റിലോട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് കോഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ E2ൻ്റെ കൂടെ E6, നെക്സ്റ്റ് E3യുടെ കൂടെ, E3 മീൻസ് ദിസ് വൺ. ഓക്കെ, E3യുടെ കൂടെ നമുക്ക് E6ലും E7ലും E1ലും ഏതൊക്കെ റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും? E3യുടെ കൂടെ നമുക്ക് E1ഉം E6ഉം ഈ 3 പേരും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ 2 വേർട്ടക്സും കൂടെ ഒരു ഗ്രാഫും ഈ 3 വേർട്ടക്സും കൂടെ ഒരു ഗ്രാഫായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് if we remove this E1, E3 ആൻഡ് E6, ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയില്ലേ? സോ E3 എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ കൂടെ നമുക്ക് E1ഉം E6 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്താൽ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. ദെൻ കമ്മിങ് ടു E4ൻ്റെ കൂടെ അതുപോലെ E1ഉം E7ഉം റിമൂവ് ചെയ്താൽ ഇത്രയും പോർഷൻസ് ഒരു ഗ്രാഫും ഇത്രയും പോർഷൻസ് ഒരു ഗ്രാഫും ആയിട്ട് എടുക്കാൻ പറ്റും, ഡിസ്കണക്റ്റ് ചെയ്യും. സോ E4ൻ്റെ കൂടെ E1 ആൻഡ് E7 കോഡ്സ് മാത്രമേ എഴുതാവൂ. ദെൻ E5ൻ്റെ കൂടെ ഏത് കോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? E7. ഇത് രണ്ടും റിമൂവ് ചെയ്താൽ ഈ വെർട്ടക്സ് മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. സോ E5ൻ്റെ കൂടെ E7. സോ ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്സ്. ഓക്കെ, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാഞ്ചസിലെ നമ്പർ ഓഫ് എഡ്ജസ് നോക്കുക. ആ ബ്രാഞ്ചസ് ഓരോ എഡ്ജായിട്ട് ഓരോ സമയത്ത് എഴുതുക. അതിൻ്റെ കൂടെ ഏതൊക്കെ കോഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഗ്രാഫ് വേണം കൺസിഡർ ചെയ്യാൻ. ദെൻ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്പാനിങ് ട്രീയുടെ ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സ് ആണോ അതിലെ കോഡ്സ് നോക്കുക. അത്രയും ടൈംസ് നമ്മൾ ഈ സ്പാനിങ് ട്രീസ് വരയ്ക്കുക. ദെൻ അറ്റ് എ ടൈം 1 കോഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫണ്ടമെൻ്റൽ സർക്യൂട്ട്. ഓക്കെ, താങ്ക് യു.